യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ, പ്രത്യേകിച്ച് എയർപോർട്ടിലോ റെയിൽവേ സ്റ്റേഷനിലോ ഒക്കെ നിൽക്കുന്ന സമയങ്ങളിൽ ധാരാളക്കണക്കിന് കുട്ടികൾ അവരുടെ ആഗ്രഹങ്ങളുടെ പിറകെ യാത്ര ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഡൽഹിയിൽ ഇരിക്കുമ്പോഴാണ് എനിക്കെപ്പോഴും ഇത്തരം കുട്ടികളെ കൂടുതൽ കാണാൻ സാധിക്കാറുള്ളത്. കോഴിക്കോട് നിന്നോ അല്ലെങ്കിൽ തിരൂരിൽ നിന്നൊക്കെ ട്രെയിൻ കയറുന്ന സമയങ്ങളിൽ ഡൽഹിയിലേക്കുള്ള ട്രെയിനിൽ ഒട്ടുമുക്കാലും മലപ്പുറം ജില്ലയിൽ നിന്നുള്ള കുട്ടികളായിരിക്കും, പെൺകുട്ടികൾ ഉൾപ്പെടെ. അപ്പം ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് ഡൽഹി പോയി പഠിക്കുന്നത്? ആ സമയത്ത് എനിക്കൊരു ഉത്തരം കിട്ടാറുണ്ട്. അവർ പറയുന്നൊരു കാര്യം, ഡൽഹിയിൽ നല്ല കോളേജുകളുണ്ട് എന്നല്ല, നല്ല യൂണിവേഴ്സിറ്റികളുണ്ട് അല്ലെങ്കിൽ നല്ല കോഴ്സുകളുണ്ട് എന്നല്ല, അതിനപ്പുറത്ത് അവർക്ക് പറയാനുള്ള കാര്യം ഞങ്ങൾക്ക് യാത്ര ചെയ്യാം എന്നുള്ളതാണ്, ഞങ്ങൾക്ക് വീട് വിട്ട് പോകാം എന്നുള്ളതാണ്, ഞങ്ങൾക്ക് പുതിയ ലോകം കാണാം എന്നുള്ളതാണ്, പുതിയ നാട്ടുകാരെ പരിചയപ്പെടാം, പുതിയ അനുഭവങ്ങൾ ഉണ്ടാകാം. ഈ അനുഭവങ്ങളായിരിക്കും കുട്ടികളെ തേടുന്നത്. അവർക്കങ്ങനെ പറയാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് തോന്നുന്നു പുതിയ തലമുറ അനുഭവങ്ങളുടെ പിറകെ പോകുന്നവരാണ്. അത് ലോകത്തിൻ്റെ ഗതി അങ്ങനെയാണ്. എൻ്റെ അരികിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ആളുകൾ, കേരളത്തിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ, അവരുടെ സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, പിക്നിക്കിൻ്റെ ഒക്കെ കാലം കഴിഞ്ഞു. എന്നുവെച്ചാൽ നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ നിന്ന്, എൻ്റെയൊക്കെ ബാല്യത്തിൽ സ്കൂളിൽ നിന്ന് ടൂറ് പോകുക എന്ന് പറഞ്ഞാൽ എക്സ്കർഷൻ അല്ലെങ്കിൽ പിക്നിക് അല്ലെങ്കിൽ വിനോദയാത്ര എന്നൊക്കെ പറഞ്ഞ്, പഠനയാത്ര എന്നൊക്കെ പറഞ്ഞ് പോകുക എന്ന് പറഞ്ഞാൽ കുറേ സ്ഥലങ്ങൾ കാണിക്കലാണ്. പക്ഷേ പുതിയ കുട്ടികൾക്ക് അനുഭവങ്ങളെ കിട്ടുക എന്നതാണ് യാത്ര കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഇവിടുന്ന് ഡൽഹിയിൽ പോവുകയാണെങ്കിൽ ഡൽഹിയിൽ പോയി ആഗ്രയിൽ പോയി താജ് കാണണമെന്നോ ചെങ്കോട്ട കാണണമെന്നൊക്കെ കാണണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഡൽഹിയിലെ ഫുഡ് എക്സ്പീരിയൻസ് ചെയ്യണം, ഡൽഹിയിലെ സ്ട്രീറ്റുകൾ എന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, ഡൽഹിയിലെ മനുഷ്യരുമായിട്ട് സംവദിക്കണം. അങ്ങനെ എക്സ്പീരിയൻസാണ് പുതിയ തലമുറക്ക് ഇഷ്ടം എന്നെനിക്ക് തോന്നുന്നു. അത് ലോകം അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ലോകത്തെ മനുഷ്യർ ഈ കണ്ടത് ഒക്കെ എവിടെന്നെങ്കിലുമൊക്കെ ഇനിയും കാണും എന്നുള്ളത് കൊണ്ടും. അപ്പം നമുക്ക് കൗതുകങ്ങൾ കുറഞ്ഞു വരികയായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടികളെ കൊണ്ട് താജ് കാണാൻ പോയി. അപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, ഈ കുട്ടികൾ ആദ്യമായിട്ട് താജ് കാണുമ്പം എന്തായിരിക്കും ആ കുട്ടികളുടെ മനസ്സിൽ വാവ് എന്നൊക്കെ ഒരു ശബ്ദമൊക്കെ ഉണ്ടാവുമോ, അങ്ങനെയൊക്കെ എക്സൈറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രതീക്ഷിച്ച സമയത്ത് ഞാനങ്ങനെ കുട്ടികളെയും കൊണ്ടങ്ങനെ കയറി ചെന്ന സമയത്ത് എന്നോട് ഒരുത്തൻ, അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരുത്തൻ ഉച്ചത്തിൽ പറഞ്ഞു, ഇതാ അപ്പം എന്ന് ചോദിച്ചു. അതായത് അവൻ മനസ്സിൽ കണ്ടു വെച്ച ഒരു സാധനം ഉണ്ടായിരുന്നു, ബുർജ് ഖലീഫ പോലത്തെ വലിയ എന്തോ ഒരു കാര്യമാണ് ഈ താജ്മഹൽ എന്ന്. അങ്ങനെയാണ് അവൻ മനസ്സിൽ കരുതി വച്ചിരിക്കുന്നത്. പക്ഷെ താജ് എന്ന് പറയുന്നത് അതല്ലല്ലോ. അതിൻ്റെ ചെറുപ്പം, അല്ലെങ്കിൽ അതിലെ മിനിയേച്ചർ പെയിൻറ്റിങ്സ് ആയിരിക്കും, അതിലെ കൊത്തുപണിയായിരിക്കും. അപ്പം അത് എക്സ്പീരിയൻസിലേക്ക് അവൻ എത്തുകയാണ് പതുക്കെ. പിന്നീട് അവൻ അത് കാണുന്നു, മനസ്സിലാക്കുന്നു, അനുഭവിക്കുന്നു. അപ്പം നമ്മൾ വിചാരിക്കുന്നത് ലോകാത്ഭുതം എന്ന് പറയുമ്പം അതിൻ്റെ ജൈജാൻറ്റിക്കായിട്ടുള്ള അവസ്ഥയല്ല, അല്ലെങ്കിൽ അതിൻ്റെ കളേഴ്സല്ല, അല്ലെങ്കിൽ അതിൻ്റെ മറ്റെന്തൊക്കെയോ കാര്യങ്ങളല്ല, ഒരു നഗരത്തിൽ കാണുന്ന കാഴ്ചയല്ല. അവിടെ കുറേ അനുഭവങ്ങൾ അവന് കിട്ടിയപ്പോഴാണ് അവന് മനസ്സിലായത് ഇത് ഒരു ലോകാത്ഭുതമാണെന്ന്. അതുപോലെയാണ് ഈ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കാട്ടിൽ ഒരുപാട് ക്യാമ്പുകൾ ഓർഗനൈസ് ചെയ്യാറുണ്ട്. ഈ സൈലന്റ് വാലിയിലോ അല്ലെങ്കിൽ നമ്മൾ നാഗർഹോളയിലോ മുത്തങ്ങയിലോ ഒക്കെ നമ്മൾ ക്യാമ്പുകൾ ചെയ്യുന്ന സമയത്ത് ക്യാമ്പിൻ്റെ ആ ഒരു വൈബ് ഒക്കെ കഴിഞ്ഞ് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസം കുട്ടികൾ ചോദിക്കും, സാറേ ഈ കാട് ഭയങ്കര രസമല്ലേ, എനിക്ക് കാട്ടിലൊരു ജോലി കിട്ടണം എന്നൊക്കെ പറയും. ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ശരിക്കും കാടിനെ ഒരു ജോലിയായിട്ട് കയറി കാട്ടിലേക്ക് വന്നാൽ അത് ഇഷ്ടമാവുമോ? ആവാൻ സാധ്യതയില്ല. അങ്ങനെ ഒരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്നൊരു ഇഷ്ടത്തെ ഒരു 3 ദിവസം ഒരു റിസോർട്ട്, ഉദാഹരണത്തിന് ഒരു വീട് നല്ല രീതിയിൽ പണിതൊരു വീട്ടിൽ നിന്ന് ഓല കൊണ്ട് മേഞ്ഞ മണ്ണ് ചുമരുകളുള്ള ഒരു പ്രകൃതി സൗഹൃദമായ റിസോർട്ടിൽ പോയി നമ്മൾ താമസിക്കുന്നു എന്ന് കരുതുക. ഭയങ്കര വൈബായിരിക്കും. മൺചുമരുകൾ, അവിടെ മുറ്റത്ത് കുറേ പഴയ സാധനങ്ങൾ, ഓലക്കീറിലൂടെ വെളിച്ചം, മഴവെള്ളം മുറ്റത്തുനിന്ന് താഴേക്ക് ഇങ്ങനെ വീഴുന്നു, കൈ കളിക്കുന്നു. അത് കണ്ടിട്ട് നമ്മൾ വീട് പണിയാൻ പറ്റൂല. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അത് നമ്മൾ ഒരു ദിവസത്തിന് അല്ലെങ്കിൽ 2 ദിവസത്തിന് പോയി നിൽക്കുന്ന ഒരു സ്ഥലമാണ് ആ റിസോർട്ട് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ വീട് പണിയുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ കാറ്റും കോളും ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് കരുത്തുള്ള ഒരു നിർമ്മിതി വേണം. നമുക്ക് കുറേ ദിവസം നിൽക്കുന്നതുകൊണ്ട് അവിടെ മെയിൻ്റനൻസ് കുറഞ്ഞതായിരിക്കണം.
അവിടെ ആ വ്യത്യാസമാണ് ഈ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ എനിക്ക് തോന്നിയത്. കുട്ടികൾ കാടിന് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ തേടി ഒരുപാട് പേര് എൻവയൺമെൻറ്റൽ സയൻസസ് ഒക്കെ പഠിക്കുമ്പോൾ പറയും ബേഡ്സിനെ എനിക്കിഷ്ടമാണ്, ബട്ടർഫ്ലൈസിനെ നോക്കാൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ കാട്ടിലൂടെ ഇങ്ങനെ ട്രക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. അതിൻ്റെ ഗ്രാജുവേഷനുണ്ട്, നല്ലതാണ്. ധാരാളം കോഴ്സുകളുണ്ട്. BSc എൻവയൺമെൻറ്റൽ സയൻസുമായി റിലേറ്റ് ചെയ്ത് ഒട്ടനവധി കോഴ്സുകളിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾ കാണാറുണ്ട് അവർ. പക്ഷേ പിന്നീടാണ് അവർക്ക് മനസ്സിലാകുന്നത് ഈ കോഴ്സുകളെല്ലാം കഴിഞ്ഞ് കാട്ടിലല്ല ജോലി കിടക്കുന്നത്. ഏതെങ്കിലും എൻവയൺമെൻറ്റ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾ ഒരിക്കലും കാട്ടിൽ പോകണമെന്നില്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു BSc ഫോറസ്ട്രി കഴിഞ്ഞ ഒരാൾ കാട്ടിലായിരിക്കില്ല ജോലി. അദ്ദേഹം ഒരു ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി മാറുകയാണെങ്കിൽ അദ്ദേഹം ഒരു ഓഫീസിലായിരിക്കും ജോലി ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഈ ഇഷ്ടങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളെ ജോലിയുമായി കൂട്ടി ചേർക്കുമ്പോൾ എപ്പോഴും നമ്മുടെ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ 2 വട്ടം എൻ്റെ മക്കൾ ആലോചിക്കണം. അതൊരു താൽക്കാലികമായ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് നമുക്കൊരു കോഴ്സ് അങ്ങ് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. കുറേ കൂടി എനിക്ക് നിലനിന്ന് പോകാൻ പറ്റുന്ന, സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്.